നിങ്ങളെ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ഈ OJ ജനീഷ് വരുന്നത്. 13 അസംബ്ലി മണ്ഡലമുള്ള തൃശ്ശൂർ ജില്ലയിലെ ഒരു സീറ്റാണ് ഇപ്പോൾ UDFനുള്ളത്. ഇത് VM സുധീരൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ ജില്ലയാണ്. VM സുധീരന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുന്ന വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം ആകുന്ന ഒരാളാണ് OJ ജനീഷ്. അപ്പോൾ അത് ഈ ജില്ലയിലെ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാക്കാവുന്നൊരു ഒരു 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 ഉന്മേഷമുണ്ട്. കാരണം 12 അസംബ്ലി മണ്ഡലങ്ങളിൽ ജയിക്കാവുന്ന 8-9 മണ്ഡലങ്ങളുണ്ട്. ആ 8-9 മണ്ഡലങ്ങളിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയതുകൊണ്ട് മാത്രം ഉണർവുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതും കൂടെ പരിഗണിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റിനെ നിയമിച്ചപ്പോൾ എന്തുകൊണ്ടാണ് OJ ജനീഷിനെ നിയമിച്ചത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം അതിലും കൂടുതലായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങൾ വേറെയുണ്ട്. പക്ഷേ ഈ സംഘടനാപരമായിട്ട് ഒരു കൂട്ടം, ഒരു 10-12 യുവാക്കൾ തുല്യരാണ്. ആ തുല്യരായ യുവാക്കളിൽ ഒരാളെ പ്രസിഡൻ്റാക്കി എന്ന് മാത്രം ധരിച്ചാൽ മതി. അതിൽ വേറൊരു വിഷയമുള്ളത്, രാഷ്ട്രീയ സാഹചര്യം മാറുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തും, UDF അധികാരത്തിലെത്തും എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഭരിക്കുന്ന പാർട്ടികൾ ചിലരെയൊക്കെ ഇളക്കി വിടാറുണ്ട്. അത് ന്യായീകരിക്കാനും അങ്ങനെ അല്ല പല രീതിയിലും പ്രസംഗിക്കാനും എഴുതാനൊക്കെ ഇളക്കി വിടാറുണ്ട്. അങ്ങനെയുള്ളവരെ ചില ദുഷ്ടലാക്കോടെ ചില ഘട്ടങ്ങളിൽ പ്രത്യേകിച്ചൊക്കെ ചിലപ്പോൾ പ്രതികരിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യും. അപ്പോൾ അവർക്കൊരായുധം കൊടുക്കണ്ട എന്നൊരു ചിന്ത കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് വരും. അത് പല ഘടകങ്ങളുണ്ട്. സമൂഹത്തിൽ മതേതര കക്ഷി എന്ന നിലയ്ക്ക് എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ വിഭാഗം സമുദായങ്ങളും ഉൾപ്പെടുന്ന ഒരു കക്ഷി എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ് പരിഗണിക്കും, പരിശോധിക്കും. വരികൾക്കിടയിലൂടെ പറയുന്നത് അല്ല, കമ്മ്യൂണൽ ബാലൻസിങ്ങും ഉണ്ടാകും. അതുപോലെ തന്നെ ജില്ലകൾ തിരിച്ചുള്ള ബാലൻസിങ് ഉണ്ടാവാം. ഇപ്പോൾ ഞാൻ പറയാം, നിങ്ങളെ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ഈ OJ ജനീഷ് വരുന്നത്. 13 അസംബ്ലി മണ്ഡലമുള്ള തൃശ്ശൂർ ജില്ലയിലെ ഒരു സീറ്റാണ് ഇപ്പോൾ UDFനുള്ളത്. ഇത് VM സുധീരൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ ജില്ലയാണ്. VM സുധീരന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുന്ന വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം ആകുന്ന ഒരാളാണ് OJ ജനീഷ്. അപ്പോൾ അത് ഈ ജില്ലയിലെ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാക്കാവുന്നൊരു ഒരു 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 ഉന്മേഷമുണ്ട്. കാരണം 12 അസംബ്ലി മണ്ഡലങ്ങളിൽ ജയിക്കാവുന്ന 8-9 മണ്ഡലങ്ങളുണ്ട്. ആ 8-9 മണ്ഡലങ്ങളിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയതുകൊണ്ട് മാത്രം ഉണർവുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതും കൂടെ പരിഗണിച്ചിട്ടുണ്ട്. 13 മണ്ഡലം എന്ന് വെച്ചാൽ UDFന് അധികാരം കിട്ടാൻ ഘടകമാകുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല, കരുണാകരൻ്റെ ജില്ല. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ ഇത് എതിരാളികൾ, അതായത് ഇപ്പോൾ പഴയ കാലത്തെ പോലെ അല്ലല്ലോ ശ്രീ അഭിലാഷ്. ഇപ്പോൾ CPM തന്നെ, CPM ഒരു പഴയ കാലത്താണെങ്കിൽ ഒരു ഏകശിലാവാദം എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് തീരുമാനം, അത് പാർട്ടി സെക്രട്ടറി. ഇപ്പോൾ ഞാനിത് ലേറ്റസ്റ്റ് ഉദാഹരണമാണ് പറഞ്ഞത്. അത് വേറെ രീതി ചിന്തിക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരെപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാഫി ഷോ കാണിച്ചു, രാഹുൽ ഷോ കാണിച്ചു. ഷോ കാണിക്കേണ്ടത് ഷോ കാണിക്കും. പക്ഷേ ഷോ കാണിക്കുമ്പം അത് മണ്ടത്തരമാവരുത്. കുറേ കാലം മുമ്പ് അഭിലാഷിന് ഓർമ്മയുണ്ടോ, പാലക്കാട്ട് ശിവദാസമേനോ എന്ന് പറഞ്ഞ CPM നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരിക്കൽ പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റു. 2001 അക്കാലത്ത് അതിനുശേഷം അവിടെ ബാലേട്ടന് പരിക്കേറ്റു. രണ്ടുപേരും അവിടെ വളരെ വളരെ വലിയ നേതാക്കളാണ് രണ്ടുപേരും. അപ്പോൾ ശിവദാസമേനോൻ അവിടെ അടി കിട്ടിയപ്പോൾ അന്നൊരു CPMൻ്റെ ഒരു യുവജന നേതാവ് അദ്ദേഹത്തിൻ്റെ മേലുണ്ടായ ചോരയൊക്കെ എടുത്ത് സ്വന്തം ശരീരത്തിൽ പുരട്ടിയൊരു വാർത്തയും പടമൊക്കെ ഒന്ന് പത്രത്തിൽ വന്നിരുന്നു. അതൊരു ഷോ ആയിരുന്നു. പക്ഷേ ആ ഷോ പൊളിഞ്ഞുപോയി. അതുപോലത്തെ ഷോ ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ CPMൽ തന്നെ ഈ ഞാൻ പറഞ്ഞ ഏകശിലാവാദം. ഇപ്പോൾ ഇന്ന് തന്നെ നോക്കൂ, മുഖ്യമന്ത്രി ഇന്നൊരു പത്രസമ്മേളനം നടത്തി. എന്തിനായിരുന്നു ആ പത്രസമ്മേളനം എന്ന് വെച്ചാൽ അതിൽ ചിലർക്കുള്ള ഉത്തരം നൽകാനായിരുന്നു. അഭിലാഷത്ത് ആ പത്രസമ്മേളനം കേട്ട് കാണും. LDFൻ്റെ വികസനമൊക്കെ അദ്ദേഹം ഇപ്പോഴാണ് പറയുന്നത്. അതിനുവേണ്ടി ഇന്നൊരു പത്രസമ്മേളനം വിളിക്കേണ്ട കാര്യമില്ലല്ലോ. പത്രലേഖകർ 100 വട്ടം പിന്നാലെ നടന്നോ, CM എന്തെങ്കിലും പറയുന്നത്. ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? അതായത് ഈ രാഷ്ട്രീയ നമ്മുടെ മക്കളെ കൊണ്ട് എനിക്ക് എന്തായാലും ഒരു ദുഷ്പേര് വന്നിട്ടില്ല മക്കളെ കൊണ്ട്. അതൊക്കെ ആലോചിക്കണം നമ്മൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ മകനൊരു സമൻസ് വന്നിരുന്നു. അപ്പോൾ ആ സമൻസിനെ കുറിച്ച് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിരിക്കാം. എന്ന് വെച്ചാൽ വാർത്ത നോക്കിയിട്ടാണ് ജനറൽ സെക്രട്ടറി അഭിപ്രായം പറയുന്നത്, വസ്തുത പരിശോധിച്ചിട്ടില്ല എന്നുള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താ പറയാൻ കാരണം വെച്ചാൽ അവർക്ക് പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് ജനറൽ സെക്രട്ടറി പറഞ്ഞതാ, സെക്രട്ടറി പറഞ്ഞതാ, അതിലപ്പുറത്തൊരാളില്ല. ഇന്ന് പക്ഷേ അവരുടെ പാർട്ടിയുടെ ഘടന മാറിയത് കൊണ്ട് അത് ഈ വാഴ്ത്തുപാട്ടുകാരും സ്തുതിപാഠകന്മാരും ഒക്കെ പ്രത്യേകിച്ച് ഈ ന്യായീകരണ തൊഴിലാളികളൊക്കെ കൂടുമ്പം അങ്ങോട്ട് പൊക്കും.
ഒരു നേതാവിനെ അങ്ങോട്ട് പൊക്കും, മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ ആരെ അവർക്ക് ഇഷ്ടം വെച്ചാൽ അങ്ങോട്ട് പൊക്കും. അങ്ങനെ പൊക്കുമ്പോൾ അത് പൊങ്ങാൻ പറ്റില്ലെങ്കിൽ ഇവർ പൊയ്ക്കാലിൽ നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ പൊയ്ക്കാലിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് പൊക്കമില്ല, തടിയില്ല എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ പാർട്ടിയിലത്തെ ഏകശിലയായിട്ട് പറയാവുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാകും. അങ്ങനെ വരുമ്പോഴാണ് ഈ പാലക്കാട്ട് നമ്മൾ ഈ ചർച്ച ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനൊക്കെ കാണേണ്ടത്. ഇപ്പം മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫി ആണെങ്കിലും അവിടെ പാലക്കാട് ഈ 2 യുവ നേതാക്കളെ എതിർത്തു. പക്ഷേ കോൺഗ്രസ് നേതാക്കളൊന്നും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇന്ന് പാലക്കാട്ട് വന്നിട്ടില്ല. അവിടെ ജനങ്ങളാണ് വന്നത്. കോൺഗ്രസ് നേതാക്കൾ വന്നാൽ നിങ്ങൾക്കൊക്കെ പറയാം നേതാക്കൾ ജനങ്ങളാ വന്നത്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ വിവിധ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളാണ് അവർ. ഒരു പാർട്ടിയുടെ ടിക്കറ്റിലല്ലേ ജയിച്ചത്, കോൺഗ്രസിന്റെയും ലീഗിന്റെയും. അതെ 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 അത് MLA ആയതുകൊണ്ടാണ്. അത് കോൺഗ്രസ് പരിപാടി അല്ലല്ലോ അഭിലാഷേ. അതൊരു പാലക്കാട്ടെ ജനങ്ങളുടെ റോഡാണ്. റോഡ് ഉദ്ഘാടനത്തിൻ്റെ പരിപാടിയാണ്. അല്ലാണ്ട് ഈ നമ്മളിപ്പോൾ സാധാരണ കാണുന്ന പോലെ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വരില്ല എന്നൊക്കെ പറയുന്ന ഘട്ടമാണ് മന്ത്രിമാർ. ആളില്ല അതുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യില്ല എന്നൊക്കെ പറയുന്നില്ലേ. ഇത് ആളുകളെ ഏതെങ്കിലും ഒരാൾ അഭിലാഷ് കണ്ടോ, രാഹുൽ ഗോ ബാക്ക് എന്ന് DYFയും BJPയും അല്ലാത്ത ഏതെങ്കിലും ഒരാൾ അവിടെ വിളിച്ചോ? ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ ചാനലുകളിൽ കേൾക്കുന്നുണ്ട്, എല്ലാ ചാനലും ഇല്ല കേട്ടോ. അല്ല അതാ പറഞ്ഞ അതാണ് അഭിലാഷ് ഇങ്ങോട്ട് പറഞ്ഞത് നന്നായി. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ലാന്ന് അദ്ദേഹം പറയാത്രത്തോളം കാലം ജനങ്ങളും കോൺഗ്രസ്സുകാരും ലീഗുകാരും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റപത്രവും ഇല്ല, ഒരു തെളിവ് പരാതിയില്ല, ഒന്നുമില്ല. പക്ഷേ പൊതുസമൂഹത്തിനിടയിൽ ഒരു ചീത്തപ്പേര് വന്നു എന്ന് തോന്നിയപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഭരണഘടന നോക്കാതെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. കോൺഗ്രസ് പാർട്ടിയുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായും ചർച്ച ചെയ്ത് പാർട്ടിയുടെ ബോധ്യത്തിനകത്ത് എടുത്ത തീരുമാനമാണ്. ആ ബോധ്യം എന്ന് പറയുന്നത് അറബിക്കടലിൽ അലയടിച്ചു വന്നാലും അതുപോലെ ഒരു സാഹചര്യം ഉണ്ടായാലും മാറില്ല എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിലെ കോൺഗ്രസിന്റെ സഭാ കക്ഷി നേതാവാണ്. അപ്പോൾ അത് വളരെ ക്ലിയർ ആണ്. അല്ലാതെ ഒരു ആരോപണം മാറിയിട്ടില്ലല്ലോ അഭിലാഷേ. ഞാൻ പറഞ്ഞതാണ് മാറിയിട്ടില്ലല്ലോ. ആരോപണം വഴിയെ പോയതുകൊണ്ട് എടുത്ത നടപടിയല്ലെന്ന് പറഞ്ഞു. MLAക്കൊപ്പം നിന്നതല്ലേ. ശരി, ഓക്കെ, ശരി. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല, ഒരു മാറ്റവും ഇല്ല. ശരി.